അവധിക്കാലം ആഘോഷിക്കാം സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഉപ്പുതറ കാക്കത്തോട്ടിലെ കാട്ടാന ശല്യത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് കോട്ടയം DFO N രാജേഷ്. ആനയെ കാടുകയറ്റാൻ 12 അംഗ RRT സംഘത്തെ നിയോഗിച്ചു. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി ഇന്നും അനിശ്ചിതത്വത്തിൽ. കള്ളിമാലി കൈയടക്കി സാമൂഹ്യ വിരുദ്ധന്മാരും മദ്യപ സംഘങ്ങളും. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. ബൈക്ക് യാത്രികന് 9,000 രൂപ പിഴ ചുമത്തി പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികാരം. ഉദ്യോഗസ്ഥൻ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമെന്ന് അച്ചക്കാന സ്വദേശി രാഹുൽ. വൈദ്യുതി മുടക്കത്തിൽ പൊറുതിമുട്ടി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ. പ്രതിഷേധമുയർത്തിയിട്ടും കാണാതെ KSEB. മഴക്കാലത്തിന് മുമ്പ് പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഉപ്പുതറ കാക്കത്തോട്ടിലെ കാട്ടാന ശല്യത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് കോട്ടയം DFO N രാജേഷ്. ആനയെ ഉൾക്കാട്ടിൽ കയറ്റിവിടാൻ 12 അംഗ RRT സംഘത്തെ നിയോഗിച്ചു. റേഞ്ച് ഓഫീസർ KV രതീഷിന്റെ നേതൃത്വത്തിലാണ് കാട്ടാനയെ ഉൾക്കാട്ടിൽ കയറ്റിവിടാൻ നടപടി ആരംഭിച്ചത്. കാക്കത്തോട്ടെ കാട്ടാന ശല്യം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി വിഷൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാക്കത്തോട് മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തുടരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ രാത്രിയിലും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമുയരുകയും ഒപ്പം കർഷകരുടെ ദുരിത ജീവിതം സിറ്റി വിഷൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ആനയെ കാട് കയറ്റുന്നതിനുള്ള നടപടിയുമായി വനംവകുപ്പ് എത്തിയത്. ആനയെ കാട് കയറ്റുന്നതിന് 12 പേരടങ്ങുന്ന RRT സംഘത്തെ നിയോഗിച്ചു. ആനയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്തുകയാണ് ലക്ഷ്യം. നിലവിൽ കാക്കത്തോട്ടിലെ പണി തീർന്ന ഹാങ്ങിങ് ഫെൻസിംഗ് അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ ചാർജ് ചെയ്യും. ബാക്കി 6 കിലോമീറ്റർ ദൂരം മറ്റൊരു കരാറുകാരനാണ് നിർമ്മിക്കുന്നത്. ഇതും വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് DFO പറഞ്ഞു.
ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കാക്കത്തോട് ഭാഗത്ത് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു മോഴയാനയാണ് ഇവിടെ സ്ഥിരമായിട്ട് ശല്യം ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശല്യം കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. ഈ ഭാഗത്ത് ജീവനക്കാരത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ തിരിച്ച് അതിനെ കയറ്റി വിടുന്നുണ്ട്. പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിൽ ഇറങ്ങി വരുന്നുണ്ട് അത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 2 ഫെൻസിങ് തീരാനുണ്ട്. ഒരു 2 കിലോമീറ്ററുള്ള ഒരു ഫെൻസിങ്, പിന്നെ ഒരു 6 കിലോമീറ്ററിൻ്റെ ആണ് തീരാനുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ആണ്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഹാങ്ങിങ് സോളാർ ഫെൻസിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെൻസിംഗ് പൂർത്തിയാകും വരെ RRT സംഘം ഇവിടെ തുടരും. കൂടാതെ പ്രാദേശിക വാച്ചർമാരെ നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തും. നാട്ടുകാരുടെ സഹായത്തോടെ രാത്രിയിലും കാട്ടാന പ്രതിരോധം തുടരും. RRT സംഘം 4 കിലോമീറ്റർ ദൂരം പോയിട്ടും ഇന്ന് കാട്ടാനയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തിരച്ചിൽ തുടരുകയാണ്. അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ കാക്കത്തോട്ടിലെ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പാണ് വനം വകുപ്പ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ഉൾഗ്രാമ ടൂറിസം പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴും ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി ഇന്നും അനിശ്ചിതത്വത്തിൽ തുടരുന്നു. കരാർ കാലാവധി കഴിഞ്ഞ് പദ്ധതി മുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കമ്പനിക്ക് അഡ്വാൻസ് നൽകിയ ലക്ഷങ്ങൾ തിരികെ വാങ്ങാനും നടപടിയില്ല. കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന പദ്ധതിയായിരുന്നു കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി. വിദേശ വിനോദസഞ്ചാരികളുടെ അടക്കം ഇഷ്ടകേന്ദ്രമായി ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി 2012 1,18,00,000 രൂപയുടെ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിൽ ആദ്യഘട്ട പദ്ധതിക്ക് അനുവദിച്ച 50 ലക്ഷം രൂപയിൽ 25 ലക്ഷം രൂപ DTPCക്ക് ലഭിക്കുകയും തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച സിഡ്കോ എന്ന കമ്പനിക്ക് നിർമ്മാണ ചുമതലയും നൽകി. 12.5 ലക്ഷം രൂപ അഡ്വാൻസായി കമ്പനി കൈപ്പറ്റുകയും ചെയ്തു. പിന്നീട് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർമ്മാണ ഉദ്ഘാടനം നടത്തി മടങ്ങിയതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. കരാർ കമ്പനി ആകെ ചെയ്തത് ഇവിടേക്ക് ചെറിയൊരു വഴി നിർമ്മിച്ചു എന്നത് മാത്രമാണ്. കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പുനരാരംഭിക്കുന്നതിനോ കരാർ കമ്പനിക്ക് നൽകിയ തുക തിരികെ വാങ്ങുന്നതിനോ DTPC ഒരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല. നിലവിൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര വികസനത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ ഖജനാവിൽ നിന്നും നഷ്ടമായ തുക തിരിച്ചു വാങ്ങുന്നതിനും പദ്ധതി പൂർത്തീകരിക്കുന്നതിനും നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ശ്രീനാരായണ മുതലുള്ള ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അതിനുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുമായി പൈസ കരാറുകാരന് കൊടുക്കുകയും കരാറുകാരൻ ഇതുവരെയും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ കരാറുകാരൻ്റെ ഇന്ന് പൈസ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. സർക്കാർ അനുമതിയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സ്ഥലമില്ലെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നതിന് നാട്ടുകാരടക്കം മുന്നോട്ട് വന്നിട്ടും പദ്ധതി അട്ടിമറിക്കുവാനാണ് ചിലർ ശ്രമം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം പദ്ധതി നടപ്പിലാക്കാതെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുവാൻ കരാർ കമ്പനിക്ക് DTPC ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നും അതിനാൽ കള്ളിമാലി വ്യൂ പോയിന്റ് പദ്ധതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്തതിന് ബൈക്ക് യാത്രികന് 9,000 രൂപ പിഴ ചുമത്തി പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികാരം. വണ്ടൻമേടിന് സമീപത്താണ് സംഭവം. അച്ചൻകാന സ്വദേശി രാഹുലിനാണ് വണ്ടൻമേട് SI ബിനോയ് എബ്രഹാം വൻതുക ചുമത്തിയത്. ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നും രാഹുൽ വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ബൈക്കിൽ രാഹുലും സഹോദരനും അച്ചങ്ങാനത്തേക്കുള്ള തറവാട്ട് വീട്ടിലേക്ക് പോകും വഴിയാണ് സംഭവം. വണ്ടൻമേട് SI ബിനോയ് എബ്രഹാമും ഡ്രൈവറും പുറ്റടിയിൽ നിന്നും അണക്കര ഭാഗത്തേക്ക് വരുന്നത് ദൂരെ നിന്ന് കണ്ടു. അച്ചക്കാനം എന്ന സ്ഥലത്തേക്ക് പോകുവാൻ രാഹുൽ ബൈക്ക് തിരിച്ചു. ഇരുവരും ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. ഇത് കണ്ട് പോലീസ് വാഹനം ഇവരുടെ പുറകെ എത്തി. തുടർച്ചയായി ഹോൺ മുഴക്കിയപ്പോൾ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി. പോലീസ് ജീപ്പ് ബൈക്കിന് കുറുകെ നിർത്തി അസഭ്യം വിളിച്ചുകൊണ്ടാണ് SI ഇറങ്ങി വന്നതെന്നും ഇത് ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമെന്നോണമാണ് വൻതുക പിഴ ചുമത്തിയതുമെന്നുമാണ് രാഹുൽ പറയുന്നത്. എൻ്റെ പേര് രാഹുൽ. ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പളിൽ നിന്നും അച്ചങ്ങാനത്തോട് പോകുമായിരുന്നു. അപ്പം 8 മൈൽ റോഡിൽ നിന്നും അച്ചങ്ങാനത്തോട് തിരിയുന്ന ഭാഗം എത്തിയപ്പോഴത്തേക്കിന് അവിടെ ഒരു 50 മീറ്റർ മുന്നേ ദൂരെ നിന്നൊരു പോലീസ് വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് വണ്ടി വന്നാൽ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിച്ച് കയറി അച്ചങ്ങാന റോഡ് വഴി അങ്ങ് പോയി. ഒരു കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഒരു 10-30 മീറ്റർ നമ്മൾ പുറകെ വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേറെ കൊണ്ടു പോകുന്ന വണ്ടിയാണെന്ന് വിചാരിച്ചു. പോലീസ് വണ്ടി വന്നു വട്ടം കയറി അങ്ങ് വെച്ചു വണ്ടി വിലങ്ങുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങേപ്പുറത്ത് ഒരു
ഒരു പറമ്പിൻ്റെ വേലിയാണ്. അപ്പോൾ വണ്ടി അങ്ങോട്ട് മറിയായിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ കാലൊക്കെ ചവിട്ടി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, സാറേ എന്നെ കൊല്ലം പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന് പുള്ളി വണ്ടിയിൽ ഇറങ്ങി താഴെ കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഹെൽമെറ്റ് എന്ത് ചെയ്യടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. അത് നീ എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല, സാർ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഹെൽമെറ്റ് വെക്കാത്തതിന് ഞാൻ ഫൈൻ അടച്ചോളാം, സാർ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പുള്ളി വണ്ടിയുടെ ഡ്രൈവറോട് പറഞ്ഞു, അവന്മാരെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം എൻ്റെ അനിയനെയും ചെക്ക് ചെയ്ത് വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് കൊണ്ട് പേപ്പർ ഫോമൊക്കെ പുള്ളി നോക്കി. രണ്ടുപേരുടെയും ദേഹവും വാഹനവും പരിശോധിച്ചു. ശേഷം താക്കോലെടുക്കുവാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു. പിന്നീട് 6000 രൂപ പിഴ ചുമത്തിയ ശേഷം ഒപ്പിടാൻ നിർദ്ദേശിച്ചു. ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തിയതിനാൽ രാഹുൽ വിസമ്മതിച്ചു. തുടർന്ന് SI തന്നെ ഒപ്പിട്ടതായി രാഹുൽ പറയുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരു 6000 രൂപയുടെ ഒരു ഫൈൻ എഴുതി അടിച്ചിട്ട് കയ്യിൽ തന്നെ ഒപ്പിടാൻ പറഞ്ഞു. ഞാനപ്പോൾ അതിൻ്റെ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയില്ല എന്നും അതുപോലെ തന്നെ ഓവർ സ്പീഡാണ് എന്നൊക്കെ കാണിച്ച് കൂട്ടിക്കൊണ്ടാണ് 6000 രൂപ ഫൈൻ. ഞാൻ പറഞ്ഞു, സാറേ ഞാനിത് എടുത്തില്ല, എനിക്ക് സംഭവം ഉണ്ടായിട്ടില്ല, കാരണം ഈ പോലീസ് വണ്ടി എനിക്ക് കൈ കാണിക്കുമോ നിർത്താൻ പറയുമെന്ന് എന്നോട് ചെയ്തിട്ടില്ല. പോലീസ് വണ്ടിയിൽ GPS. പിന്നീട് അടുത്ത ദിവസം രാവിലെ പരിശോധിച്ചപ്പോഴാണ് 9000 രൂപയാണ് പിഴയെന്ന് മനസ്സിലായത്. ഹെൽമെറ്റ് ധരിക്കാത്തതിനു പുറമെ റൂട്ട് വെട്ടിച്ചുരുക്കുന്നതിന് ബസ്സുകൾക്ക് ചുമത്തുന്ന പിഴയും ബൈക്ക് റേസിംഗ് നടത്തുന്ന കുറ്റവും ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ സാവധാനമാണ് ബൈക്ക് ഓടിച്ചതെന്നാണ് രാഹുലിന്റെ വാദം. സംഭവം സംബന്ധിച്ച മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും രാഹുൽ പരാതി നൽകി. അതേസമയം കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് ചോദിച്ചപ്പോൾ തട്ടിക്കയറുകയാണ് രാഹുൽ ചെയ്തതെന്നും ഇതിനെതിരെയാണ് കേസെടുത്തതെന്നും SI ബിനോയ് പറയുന്നു. ചെയ്ത കുറ്റത്തിനുള്ള പിഴയാണ് ചുമത്തിയെന്നും തെറ്റായി രേഖപ്പെടുത്തിയ വകുപ്പ് ഒഴിവാക്കാൻ കത്ത് നൽകിയിട്ടുണ്ടെന്നുമാണ് SIയുടെ വിശദീകരണം. സിറ്റി വിഷൻ, കുമളി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിരുന്നു. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസ് ഈ മാസം 26-ന് അടിമാലിയിൽ നടക്കും. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും തുടർ പ്രവർത്തനങ്ങളും നടത്തിവരുന്നത്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അടിമാലിയിലും മൂന്നാറിലുമായി നടത്തിയിരുന്നു. ദേവികുളം ജോയിന്റ് RTO ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. പരിശോധന പാസായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്റ്റിക്കർ പതിപ്പിച്ചു. അടിമാലിയിൽ മാത്രം ആദ്യഘട്ടത്തിൽ 44 വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു. വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനൊപ്പം വാഹനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചുറപ്പുവരുത്തി. സർക്കാർ മാനദണ്ഡപ്രകാരമുള്ളവരാണോ വാഹനം ഓടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസ് ഈ മാസം 26-ന് അടിമാലിയിൽ നടക്കും. സിറ്റി വിഷൻ, അടിമാലി. അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പൊറുതിമുട്ടി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ. വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് മഴ കനക്കും മുമ്പേ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്തിന് കാരണമാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കുരങ്ങാട്ടി മേഖലയിലെ തുടർച്ചയായ വൈദ്യുതി മുടക്കം കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. അടിക്കടിയുള്ള വൈദ്യുതി മുടക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. രാത്രികാലത്ത് കുട്ടികളുടെ പഠനത്തെ ഉൾപ്പെടെ വൈദ്യുതി മുടക്കം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ മുമ്പ് പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധം ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായതായി കുടുംബങ്ങൾ പരാതി ഉന്നയിക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി ഓരോ ദിവസം കൂടുന്നതോറും കുരങ്ങാട്ടിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരു സമരമൊക്കെ നടത്തി ഇതിന് പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ഇത് ഞങ്ങളെ, അവിടുത്തെ കുരങ്ങാട്ടിലെ ജനങ്ങളെ മുഴുവൻ കളിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് KSB സ്വീകരിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 8, 9 മണി, 10 മണിയൊക്കെ ആകുമ്പോഴാണ് വരണേ. അത് വന്നാൽ തന്നെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് പിന്നെയും പോകും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കഴിയും വരും, പിന്നെ അങ്ങനെ പോകും. ചില ദിവസം പകലൊന്നും കറണ്ട് കാണാറേ ഇല്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം KSB എത്രയും പെട്ടെന്ന് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ പറയണത്, ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി. ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം വേണ്ട വിധമില്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ കൂടുതലായി ആശയവിനിമയം നടത്തുന്നത്. വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും. പ്രദേശത്ത് സ്കൂൾ, റേഷൻ കട, ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. തുടർച്ചയായ വൈദ്യുതി മുടക്കം ഇവയുടെയെല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു.
വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിവിടം. മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് മഴ കനക്കും മുമ്പേ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്തിന് കാരണമാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ഇനി കാണാം കാഴ്ചാ വിശേഷങ്ങളുമായി ബ്യൂട്ടി സ്പോട്ട്. തണുത്ത കാറ്റേറ്റ് തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പശ്ചിമഘട്ട മലനിരയിലൂടെ ഒരു യാത്ര, അതും ജീപ്പിൽ. ഇടുക്കിയിൽ ഇത്തരം സ്ഥലങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ചതുരംഗപ്പാറ അതിൽ നിന്നെല്ലാം വേറിട്ട അനുഭവമാണ് പകർന്നു നൽകുന്നത്. ഏതു സമയവും നിർത്താതെ വീശിയടിക്കുന്ന നല്ല തണുത്ത കാറ്റ്, ആ കാറ്റിൽ കറങ്ങി വെളിച്ചമായി മാറുന്ന കാറ്റാടി യന്ത്രങ്ങൾ, താഴ്വാരത്ത് തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങൾ, പാറക്കെട്ടുകളും പച്ചപ്പും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകൾ, അങ്ങനെ കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകമാണ് ചതുരംഗപ്പാറ. തമിഴ്നാടുമായി ഏലമലക്കാടുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ ചതുരംഗപ്പാറ. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കാറ്റാടികൾ തമിഴ്നാടിൻ്റെതാണ്. പ്രദേശം തമിഴ്നാടാണെങ്കിലും കേരളത്തിലൂടെ മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കൂ എന്നതും മറ്റൊരു പ്രത്യേകത. ആയിരക്കണക്കിനടി ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളുടെ ഈ വിസ്മയലോകം ആസ്വദിക്കുവാൻ സഞ്ചാരികളും നിരവധിയാണ് ഇവിടേക്ക് എത്തുന്നത്. കള്ളിപ്പാറ മലയിൽ നിന്നും ചതുരംഗപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയുമുണ്ട്. ഓഫ് റോഡിലൂടെയുള്ള ജീപ്പ് യാത്രയും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് പകർന്നു നൽകുന്നത്. ഇത് ചാരപ്പാറ വ്യൂ പോയിന്റ് ആണ്. ഇപ്പുറത്ത് പോയാൽ കള്ളിപ്പാറയാണ്, ഇപ്പുറത്ത് പോയാൽ ചാരപ്പാറയാണ്. നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. വേറെ ഒട്ടേറെ ആൾക്കാർ KSRTC ഉല്ലാസ യാത്രയായിട്ട് ഇഷ്ടംപോലെ KSRTC വരുന്നുണ്ട്. ഇന്നും പറവം ബസ് ഉണ്ടായിരുന്നു, ആലുവ ബസ് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം KSRTC ഉണ്ടായിരുന്നു. നമ്മൾ പാക്കറ്റായിട്ട് എടുക്കുന്നതാണ്. ഒരാൾക്ക് 150 രൂപ വെച്ച് 2 പോയിന്റും കാണിച്ച് 1 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്യും. തിരിച്ചെടുക്കൊണ്ട് നടത്തുന്നു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഈ അതിർത്തി മലനിരകൾ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KSRTCയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നു. മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരംഗപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക. കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. മലയോര ഹൈവേയിൽ കാഞ്ചിയാർ കക്കാട്ടുകടയ്ക്ക് സമീപത്തെ വളവ് അപകടക്കെണിയായി മാറുന്നു. റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡിന്റെ വളവിൽ നിന്നുമാണ് പൊന്നിക്കവല വെള്ളയാങ്കുടി ബൈപ്പാസ് റോഡ് തിരിഞ്ഞു കയറുന്നത്. 2 റോഡുകൾ വഴിയും വാഹനങ്ങൾ കടന്നു വരുന്നതിനാൽ അപകട സാധ്യത ഏറെയാണ്. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ കക്കാട്ടുകടയ്ക്ക് സമീപത്തെ വളവാണ് വാഹന യാത്രികർക്ക് അപകടക്കെണിയായി മാറുന്നത്. ഇതിനോടകം നിരവധി അപകടങ്ങൾ ചെറുതും വലുതുമായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചതോടെ അപകടത്തിന്റെ തോതും വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് അവസാനത്തേത്. റോഡ് നവീകരിച്ചതിനു ശേഷം വാഹനങ്ങളുടെ വേഗതയും ഈ പാതയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതാണ് അപകടങ്ങൾ പെരുകുവാൻ കാരണം. കൂടാതെ ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമില്ല. റോഡ് നിർമ്മാണത്തിൽ ഈ ഭാഗത്ത് അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നമ്മുടെ പ്രവരയാറ് വെള്ളയാങ്കുടിയിലോട്ടുള്ള ബൈപ്പാസ് റോഡ് കയറി പോകുന്നു. അവിടുന്ന് വരുന്ന വാഹനങ്ങളിലൂടെ ഒന്നിച്ച് കയറുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ വളരെ അധികം രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ഈ അപകടങ്ങളിൽ നിന്ന്. വളവിന്റെ മധ്യഭാഗത്തു നിന്നുമാണ് പൊന്നിക്കവല വെള്ളയാങ്കുടി ബൈപ്പാസ് റോഡ് തിരിയുന്നത്. ഈ ബൈപ്പാസ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ കയറി വരുന്ന സമയത്തും അപകട സാധ്യതയേറെയാണ്.
റോഡിൽ നിന്നും ചെറിയൊരു കയറ്റം കയറിയാണ് പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ എത്തുന്നത്. ഈ സമയം പ്രധാന റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഡ്രൈവർമാർക്ക് കാണാൻ കഴിയില്ല. കൂടാതെ വളവിന്റെ ഒരു ഭാഗത്ത് താരതമ്യേന വീതി കുറവുമുണ്ട്. ഇത് കാൽനട യാത്രികർക്കും ഭീഷണിയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ജനവിരുദ്ധ സർക്കാരിന്റെ 4ാം വാർഷിക ദിനമായ മെയ് 20 കരിദിനമായി ആചരിച്ചു. UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കരിങ്കൊടി പ്രകടനവും പ്രതിഷേധ യോഗവും UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിലാണ് കരിദിനാചരണവുമായി UDF സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് UDF കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. സംസ്ഥാനത്തെ ഗതികേടായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഓരോ ജനങ്ങൾക്കും വന്നു ചേർന്ന ദുരന്തമാണ്. അർഹതപ്പെട്ട അവകാശങ്ങൾക്കായി ആശാവർക്കർമാരുടെ സമരത്തിന്റെ 100ാം ദിനത്തിലാണ് പിണറായി ഗവൺമെന്റ് വാർഷികാഘോഷവുമായി എത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ നെഞ്ചിൽ കയറി നിന്നാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണം നടക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികളുടെ നീതി ചവിട്ടിത്തേക്കപ്പെടുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥരുടെ പീഡനവും കള്ളക്കേസും വ്യാപകമാകുന്നു. ആശുപത്രി സേവനങ്ങളിലും ക്ഷേമ പെൻഷനിലും സാധനങ്ങളുടെ വിലയിലുമെല്ലാം സാധാരണക്കാർക്ക് തീർത്തും ദുരിതമായി മാറിയിരിക്കുകയാണ് ഈ സർക്കാർ. കേരളത്തിന്റെ ധനസമ്പത്ത് തന്നെ ഇപ്പോൾ തകരുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ നാടിനെ ഭരിച്ചു മുടിച്ച് ജനജീവിതം ദുസ്സഹമാക്കിയ പിണറായി ഗവൺമെന്റിന്റെ 9ാം വാർഷികം, 2ാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 4ാം വാർഷികാഘോഷം ഇന്ന് കേരളത്തിലെ ഉടനീളം ഐക്യജനാധിപത്യ മുന്നണി കരിദിനമായി ആചരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഗതികേടാണ് ഈ ഗവൺമെന്റ്. ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു വലിയ ദുരന്തമായി ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മണ്ഡലം ചെയർമാൻ സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ തോമസ് രാജൻ, KJ ബെന്നി, ഫിലിപ്പ് മലയാറ്റ്,
ജോസ് മുത്തനാട്ട്, സിനു വാലുമേൽ, ജോയി കുടക്കച്ചിറ, ബീന ടോമി, ജോയ് ആനിത്തോട്ടം, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി അനുസ്മരണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടി ആരംഭിച്ചത്. രാജ്യത്തെ പൂർണ്ണമായ ഒരു കമ്പ്യൂട്ടർവൽക്കരണത്തിലേക്ക് നയിച്ചതും വാർത്താവിനിമയ രംഗത്ത് ടെക്നോളജിയുടെ മുന്നേറ്റമുണ്ടായതും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലായിരുന്നു. രാജീവ് ഗാന്ധി രാജ്യത്ത് ടെക്നോളജി വികസിപ്പിച്ചപ്പോൾ അതിനെതിരെ നിന്നവരാണ് പിന്നീടുണ്ടായ യുദ്ധങ്ങളിൽ ശത്രുരാജ്യങ്ങളെ ടെക്നോളജി പ്രയോജനപ്പെടുത്തി പരാജയപ്പെടുത്തിയത്. എല്ലാ രംഗത്തും മുന്നേറ്റമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. താഴേക്കിടയിലുള്ള ഗ്രാമങ്ങളുടെ വളർച്ചയിലൂടെ മാത്രമേ രാജ്യത്തിന് വളർച്ച പ്രാപിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ത്രിതല പഞ്ചായത്തുകളുടെ അടിത്തറ പാകിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം രാഷ്ട്രത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് എന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. ഏറ്റവും ആദരണീയനായിരുന്ന രാജീവ് ജിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് എന്നും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്രഖ്യാപിച്ച നേതാവായിരുന്നു രാജീവ് ഗാന്ധി. 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്നുള്ളതും 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ 20 ഏക്കറിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും ആകാശപ്പറവയിലെ അന്തേവാസികൾക്കും ചരമദിനത്തോടനുബന്ധിച്ച് ഇലപ്പാഥയം എന്ന പേരിൽ പൊതിച്ചോർ വിതരണം ചെയ്തു. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നേതാക്കളായ ജോസ് മൂത്തനാട്ട്, KA മാത്യു, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, ലീലാമ്മ ബേബി, രാജൻ കാലച്ചിറ, റുബി വേഴമ്പാത്തോട്ടം, ബെന്നി അല്ലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. രാജീവ് ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാജക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. രാജക്കാട് പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, കോൺഗ്രസ് രാജക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ, KP ഗോപിദാസ്, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, തങ്കച്ചൻ പുളിക്കൽ, സിനി മൂലങ്കുഴിയിൽ, സാജു പഴപ്ലാക്കൽ, ബിജു കുട്ടുപുഴ, ഡിൻസൺ, സ്റ്റാലിൻ, മാർക്കോസ്, ജോയി മ്ലാക്കുഴിയിൽ, അർജുൻ ഷിബു, അനന്തകൃഷ്ണൻ KV എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച CITU അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. മുംബൈ ഈ വിഷയത്തിൽ മെയ് 20-ന് പണിമുടക്ക് സമരം നടത്താൻ സംഘടനകൾ തീരുമാനിച്ചിരുന്നു. സമരം മാറ്റിയ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധ ദിനം ആചരിച്ചത്. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് മെയ് 20-ന് പണിമുടക്ക് സമരം നടത്തുവാനായിരുന്നു തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരുന്നത്. സമരം മാറ്റിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി അടിമാലിയിലും പ്രതിഷേധ ദിനം ആചരിച്ചത്. CITU അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത്. രാജ്യത്തെ തൊഴിലാളികളെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ള ഏറ്റവും തെറ്റായ ഒരു നയ സമീപനം. അത് തന്നെയല്ല, തൊഴിലാളികൾക്ക് പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന ഉപജീവനമാർഗം ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ രാജ്യത്ത് മുഴുവൻ മേഖലയിലും വിലവർദ്ധനവ് സംജാതമാക്കിക്കൊണ്ടിരിക്കുക, സമസ്ത മേഖലയിൽ. പ്രതിഷേധത്തിൽ CD ഷാജി, VB മോഹനൻ, മാത്യു ഫിലിപ്പ്, PK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി CITU പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം മൂന്നാറിൽ നടന്നു. മൂന്നാർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ബാബുലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ മർച്ചന്റ് അസോസിയേഷൻ ഹാളിലായിരുന്നു ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നത്. സംഘത്തിന്റെ നവീകരിച്ച മൂന്നാർ ബ്രാഞ്ചിന്റെ പ്രവർത്തനം 1 വർഷം പിന്നിടുമ്പോൾ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമായിട്ടായിരുന്നു യോഗം നടന്നത്. മൂന്നാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ബാബുലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു.
ഇത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ബാങ്കിനെ എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗോൾഡ് ലോണിൽ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ പലിശ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഗോൾഡ് ലോൺ ഇവിടുത്തെ എല്ലാ ബാങ്കുകളെ വെച്ച് നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഗോൾഡ് ലോൺ കൊടുത്തിരിക്കുന്നത് നമ്മളാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കൊടുക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ കൂടുതൽ. സംഘം പ്രസിഡന്റ് CR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഗോപി R, ആൻ ഫ്രേസി ജോസ്, എസ് കെ ഗണേശൻ, ഷെയ്സിമോൾ KK തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി ചിട്ടി നറുക്കെടുപ്പും നടന്നു. സംഘത്തിന്റെ നേതൃത്വത്തിൽ 2 നിക്ഷേപ പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി വിഷൻ മൂന്നാർ. സഞ്ചരിക്കുന്ന നേത്രവിഭാഗം ഇടുക്കി ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയുടെയും വളകോട് യുവ ക്ലബിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും നടത്തി. വളകോട് ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനകൾക്ക് നേതൃത്വം നൽകി. യുവ ക്ലബ് രക്ഷാധികാരി ജോമോൻ മണ്ണാറാത്ത, സച്ചിൻ ടോളി ജോസഫ്, അഖിൽ സെൽവം, സഞ്ജു ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. അന്ധത നിവാരണ സൊസൈറ്റിയുടെയും യുവ ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് ഇവിടെ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇവിടെയുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് ഏറെ പ്രയോജനപരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഇവിടുത്തെ യുവ ക്ലബ്ബ് ചെയ്യുകയുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഉപ്പുതറ കാക്കത്തോട്ടിലെ കാട്ടാന ശല്യത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് കോട്ടയം DFO N രാജേഷ്. ആനയെ കാടുകയറ്റാൻ 12-അംഗ RRT സംഘത്തെ നിയോഗിച്ചു. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി ഇന്നും അനിശ്ചിതത്വത്തിൽ. കള്ളിമാലി കൈയടക്കി സാമൂഹ്യ വിരുദ്ധന്മാരും മദ്യപ സംഘങ്ങളും. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. ബൈക്ക് യാത്രികനെ 9,000 രൂപ പിഴ ചുമത്തി പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികാരം. ഉദ്യോഗസ്ഥൻ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമെന്ന് അച്ചക്കാന സ്വദേശി രാഹുൽ. വൈദ്യുതി മുടക്കത്തിൽ പൊറുതിമുട്ടി കുരങ്ങാട്ടിയിലെ കുടുംബങ്ങൾ. പ്രതിഷേധമുയർത്തിയിട്ടും കാണാതെ KSCB. മഴക്കാലത്തിന് മുമ്പ് പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം.
കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.